സ്ഥിരം യാത്രകളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നൊരു കാടിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോകുന്നത്. നിലമ്പൂരിലെ നെടുങ്കയം ഫോറസ്റ്റ്. രാവിലെ 6 മണിയാകുമ്പോൾ തന്നെ റഷാദ് വണ്ടിയായിട്ട് വന്നു. വഴിയിൽ നിന്ന് ശ്രീലക്ഷ്മിയും ഷബ്നവും ഞങ്ങളുടെ കൂടെ കൂടി ഞങ്ങൾ നേരെ നിലമ്പൂരിലേക്ക് പോവുകയാണ്. അവരവരുടെ ബാധ്യതയാണ്. നമ്മളത് കൃത്യമായിട്ട് നമ്മളത് ചെയ്യണം. നമ്മൾ ഈ കടന്നിരിക്കുന്ന ഭാഗം ഏതാണെന്ന് അറിയോ? ഏത് തരം കാടാണെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഈ കാടുകൾ പറയുന്ന പേര് ഡെസിഡ്യൂസ് ഫോറസ്റ്റ് എന്നാണ്. നമുക്ക് പലതരം കാടുകളുണ്ട്. വെസ്റ്റേൺ കൺട്രി നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഡെസിഡ്യൂസ്, മോസ്റ്റ് ഡെസിഡ്യൂസ്, സെമി എവർഗ്രീൻ, ട്രോപ്പിക്കൽ എവർഗ്രീൻ ആൻഡ് ഷോല ഗ്രാസ്ലാൻഡ് ഇക്കോസിസ്റ്റം. അങ്ങനെ പ്രധാനമായിട്ടും നമുക്ക് പശ്ചിമഘട്ടത്തിൽ 5 തരം കാടുകളാണുള്ളത്. അതിനകത്ത് 4 തരം കാടുകൾ നമുക്ക് ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഡെസിഡ്യൂസ് ഉണ്ട്, നമുക്കിവിടെ മോസ്റ്റ് ഡെസിഡ്യൂസ് ഉണ്ട്, സെമി എവർഗ്രീൻ ഉണ്ട് ആൻഡ് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഉണ്ട്. ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന ഈ പ്രദേശത്ത് സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞു ഒരു വലിയൊരു ഭൂപ്രദേശം മൊത്തം വെട്ടിത്തെളിച്ച് തേക്ക് പ്ലാന്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ്. അപ്പോൾ അതിനകത്ത് ഈ നിലമ്പൂരിലെ നെടുങ്കയം കരിമ്പുഴ വന്യജീവി സങ്കേതത്തിലാണ് ഞങ്ങളുള്ളത്. ഇവിടെ ഗ്രാഫ് അഥവാ ഗ്രീൻ റെസ്ക്യൂ ആക്ഷൻ ഫോഴ്സ് ഉണ്ട്, അവരുടെയാണ് ഈ ടീഷർട്ട്. അവരുടെ ഒരു റെസ്റ്റോറേഷൻ ക്യാമ്പാണ്. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ ഇന്ന് മെയ് 18-ാം തീയതി 18-ഉം 19 2 ദിവസത്തെ ക്യാമ്പാണ്. അപ്പോൾ റെസ്റ്റോറേഷൻ ഫോറസ്റ്റ് റെസ്റ്റോറേഷന് വേണ്ടിയിട്ട് ഫോറസ്റ്റിലെ വേസ്റ്റ് എടുക്കുക, അങ്ങനെ ഇതിനെല്ലാം കൂടി വന്നതാണ്. ഞങ്ങളൊരു 45 പേരുള്ള ടീമാണ്. ഞങ്ങൾ ബ്രഷ്വുഡ് ചെക്ക് ഡാം ഉണ്ടാക്കാൻ പോവാണ് കാടിനുള്ളിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മരങ്ങൾ മുറിക്കുകയാണ്.